രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം സംസ്ഥാനത്തും പ്രൗഢമായി ആഘോഷിച്ചു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലും പതാക ഉയർത്തി. പത്തനംതിട്ട കാത്തോലിക്ക കോളേജ് മൈതാനിയിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. പരേഡിന് പത്തനംതിട്ട നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി അനിൽ നേതൃത്വം നൽകി. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി വി എൻ വാസവൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം MSP ഗ്രൗണ്ടിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ദേശീയ പതാക ഉയർത്തി. രാവിലെ സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച ശേഷം പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായുള്ള എറണാകുളം ജില്ലാതല ആഘോഷ പരിപാടികൾ കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. വ്യവസായ മന്ത്രി P രാജീവ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് അത് ജീവനുള്ളതാകുന്നതെന്ന് മന്ത്രി P രാജീവ് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങളിലാണ് യഥാർത്ഥ അധികാരം. ജനങ്ങളെ കൂടുതൽ അധികാരത്തിലേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മനുഷ്യനെ വിഭജിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും എതിർക്കുന്നതാണ് ഭരണഘടനയെന്നും ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനുള്ള ശ്രമം നമ്മളെ പിന്നോട്ടടിപ്പിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ഔദ്യോഗിക പതാക ഉയർത്തലും പരേഡും തേക്കിൻകാട് മൈതാനത്ത് നടന്നു. മന്ത്രി K രാജൻ ഔദ്യോഗിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും പതാക ഉയർത്തലും ദേശഭക്തി ഗാനാലാപനവും സംഘടിപ്പിച്ചു. വയനാട് SKMG സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി OR കേളു പതാക ഉയർത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി K കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.